ഒരു എൻ ഡി ഫിൽറ്റർ തന്ന ഒരു വമ്പൻ പണിയാണ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരു നെക്സ്റ്റ് ചലഞ്ച്. വെൽക്കം ടു എപ്പിസോഡ് 17 ഓഫ് ഫാർ, മൈ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫീച്ചർ ഫിലിം. ഫാറിൻ്റെ ഗോകർണ ഷൂട്ടിംഗ് സമയത്ത് എക്സ്ട്രീം സൺലൈറ്റ് സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാനും ടോൺ ഡൗൺ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ എൻ ഡി ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഈ ബീച്ചിലായതുകൊണ്ട് ഈ ബീച്ച് സാൻഡ് കൊണ്ടിട്ട് ചെറിയ സ്ക്രാച്ചസ്, ചെറിയ ഡോട്ട്സ് അതുമ്മ വരുന്നത് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് വന്നപ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത്. ലൈക്ക് ലൈറ്റ് ആയിട്ടുള്ള ഏരിയാസ്, ലൈക്ക് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്സിലല്ല, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളിടത്തൊക്കെ ബ്ലാക്ക് ലൈൻസും ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അത് വളരെ കുറേ പോർഷൻസിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് റിമൂവ് ചെയ്യാതെ ഒരു ഫസ്റ്റ് ഫീച്ചർ ഫിലിം പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. മൊത്തം ഒരു CG വർക്കിന് ഇറേസിന് കൊടുക്കാനുള്ള ബഡ്ജറ്റ് ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോഴാണ് ഞങ്ങളുടെ സുഹൃത്ത്, ഞങ്ങൾ ഗെയിമർ എന്ന് വിശേഷിപ്പിക്കുന്ന അഭിരാജ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഈ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ ആൾ ക്ഷമയോടെ ഇരുന്ന് ഹി ടുക്ക് ഹിസ് ടൈം, പക്ഷേ ഹി മേഡ് ഷുവർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി ബ്ലാക്ക് ഡോട്ട്സ് ആൻഡ് ബ്ലാക്ക് ലൈൻസ് വർ ഇറേസ്ഡ്. അങ്ങനെ ഒരു പുള്ളി ഞങ്ങൾക്കൊരു നീറ്റ് ഔട്ട്പുട്ട് തന്നു. ആൻഡ് അതിന് പുള്ളിക്ക് ഒരു പ്രത്യേക ഒരു അപ്രിസിയേഷൻ കൊടുക്കാനുള്ളത്. കാരണം അതൊരു വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു. കാരണം എല്ലാ ഫ്രെയിമിലും അതിങ്ങനെ ഇരുന്ന് ഇറേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഹി മേഡ് ഷുവർ ഹി ഡിഡ് എ വെരി നീറ്റ് ജോബ്.